അക്ബറിന് വയറ് നിറച്ച് അങ്ങ് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അനുമോൾ ഇന്നലെ ഫ്രിഡ്ജിൽ നിന്നൊരു ക്യാരറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രവീൺ വന്ന് ചോദിച്ചു, എന്തിനാ ഇതെടുത്ത് കഴിച്ചേ, ആരോട് ചോദിച്ചിട്ട് എടുത്ത് കഴിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ അനു പറഞ്ഞു, അവിടെ വേണ്ടാതിരുന്നൊരു ക്യാരറ്റാണ് ഞാൻ എടുത്ത് കഴിച്ചു പോയി, ചിലപ്പോൾ വിശന്നിട്ടാകാം, അവിടെയുള്ള ഫുഡിൻ്റെ പരിമിതി നമുക്ക് അറിയാമല്ലോ. അപ്പോൾ എടുത്ത് കഴിച്ചതിനെ പ്രവീൺ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അക്ബർ ഇങ്ങനെ സംഘത്തിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അനുമോളോട് ചോദിച്ചു, നാളെ ജയിൽ നോമിനേഷൻ അല്ലേ, അതിന് വേണ്ടിയിട്ട് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവുമല്ലേ, അല്ലെങ്കിൽ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവുമല്ലേ ക്യാരറ്റ് എടുത്ത് കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അനുമോൾ പറഞ്ഞു, എന്നെ ജയിലിലേക്ക് വിട്ടാലായിട്ട് ജയിലിൽ പോയി കിടക്കുമെന്നും അവിടെ കണ്ടൻറ് കൊടുക്കേണ്ടി വന്നാൽ അവിടെ കൊടുക്കുമെന്നും പറഞ്ഞു. നിങ്ങൾക്ക് അതിന് പറ്റുമോ, നിങ്ങൾക്ക് ജയിലിൽ പോയിട്ട് എന്താ പറ്റുക എന്നൊക്കെ അക്ബറിനോട് ചോദിച്ചു. അപ്പോൾ അക്ബർ പറഞ്ഞു, നിനക്ക് ജയിലിൽ പോയി കിടന്ന് കരഞ്ഞിട്ട് ആളുകളുടെ സിമ്പതി പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അനു പറഞ്ഞു, എനിക്കങ്ങനെ ജയിലിൽ പോയിട്ട് കണ്ടൻറ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജയിലിൽ പോയിട്ട് കണ്ടൻറ് കൊടുക്കാനാണെങ്കിൽ ഞാൻ കൊടുക്കും, നിങ്ങൾക്ക് എന്താ കണ്ടൻറ് കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ, നിങ്ങൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ മൂടും താങ്ങിയിരുന്ന് മറ്റുള്ളവരുടെ മൂട് താങ്ങി സംസാരിക്കാനല്ലേ പറ്റുള്ളൂ, നിങ്ങൾ എന്ത് കണ്ടന്റ് ഇവിടെ കൊടുക്കുന്ന, വെറുതെ ഇവിടെ ഇരിക്കുമല്ലേ ചെയ്യുന്നുള്ളൂ, ദേഹമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അക്ബറിനോട്. എനിക്ക് ബിഗ് ബോസ് പൈസ തന്നിട്ട് ഇവിടെ നിർത്തിയേക്കുന്നത് വെറുതെ ഇങ്ങനെ മൂട് താങ്ങിയിരിക്കാനല്ല, കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അനുമോള് അക്ബറിന് നല്ല പോലെ അങ്ങ് കൊടുത്തേട്ടോ. അക്ബർ പിന്നെ ആയി കേട്ടോ. അക്ബർ പറഞ്ഞു, നിനക്കല്ലെങ്കിലും നീ ഇങ്ങനെ കരഞ്ഞിട്ടുള്ള കണ്ടന്റുകളല്ലേ കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് അനു ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് പാട്ട് പാടാനല്ലാതെ വേറെ എന്തറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അക്ബർ ചോദിച്ചു, നിനക്ക് പാടാൻ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അനു പറയുന്നതാണ്, ഞാനിവിടെ പാട്ട് മത്സരത്തിനല്ല വന്നേക്കുന്നത്, അതിന് വേണ്ടിയിട്ടല്ല ബിഗ് ബോസ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, പാട്ട് മത്സരത്തിനാണെങ്കിൽ ഏഷ്യാനെറ്റ് വേറെ പ്രോഗ്രാം നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് പോയിക്കൂടെ എന്ന് പറഞ്ഞു. നിനക്ക് പാട്ടറിയോ, നിനക്ക് പാട്ട് പാടാനല്ലോ. അപ്പോഴത്തേക്ക് അനുമോള് പറയുകയാണ്, ഞാൻ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊന്നല്ല ഇങ്ങോട്ട് വന്നത്, ഞാൻ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, എനിക്ക് പൈസ തരുന്ന ബിഗ് ബോസിന് ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനെ നല്ലപോലെ അങ്ങ് മേഞ്ഞ കേട്ടോ. അക്ബറിന് പിന്നെ എന്തൊക്കെ പറയണമെന്ന് തന്നെ അറിയാൻ വയ്യാത്ത രീതിയിൽ അനുമോള് നല്ല പോലെ അങ്ങ് മേഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്ബർ പറഞ്ഞു, നിനക്ക് കുറേ ക്യൂട്ട്നെസ് വാരി വിതറാൻ മാത്രം അറിയാമെന്ന്. അപ്പോൾ അനുമോൾ പറഞ്ഞു, എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ട്, നിനക്കുണ്ടോ ക്യൂട്ട്നെസ്, നിനക്കുണ്ടോടോ എന്നൊക്കെ ചോദിച്ചാൽ. അപ്പോൾ അക്ബർ പറയുവാണ്, എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ടെന്ന്. അപ്പോൾ അനുമോൾ ചോദിക്കുവാണേ, നിനക്ക് എവിടെയാണ് ക്യൂട്ട്നെസ് ഇരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാ അക്ബർ പറയുവാണ്, നിനക്ക് എവിടെയാണോ ക്യൂട്ട്നെസ് ഇരിക്കുന്നത് അവിടെ തന്നെയാണ് എനിക്കും ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കുള്ള വഴക്ക് കേൾക്കുമ്പോൾ നമുക്ക് നല്ല കോമഡി ആയിട്ട് തോന്നും കേട്ടോ. അപ്പം നല്ല രീതിക്കുള്ളൊരു ഫൈറ്റ് ആയിരുന്നു കേട്ടോ ഇടയ്ക്ക് വെച്ച്. അനുമോള് അക്ബറിനെ പോടാ മുതുക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അക്ബറിന് എന്തായാലും നല്ല വയർ നിറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അനുമോള് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.